പാകിസ്ഥാനിൽ ഭൂചലനം 5.2 തീവ്രത രേഖപ്പെടുത്തി. ഇന്ത്യൻ സമയം 3:54 ഭൂചലനമുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടോ? എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ബൽറാം. ഉന്മേഷ്, ക്രിസ്റ്റീന, ഇതുവരെയും പാകിസ്ഥാനിൽ ഈ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായതായുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 3:54 പാകിസ്ഥാനിൽ ശക്തമായ ഭൂചലനം ഉണ്ടായത്. പാകിസ്ഥാനിലെ മുൾട്ടാൻ നഗരത്തിൽ നിന്നും 149 കിലോമീറ്റർ പടിഞ്ഞാറായാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഒപ്പം തന്നെ ഭൗമോപരിതലത്തിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ് ഈ പ്രഭവ കേന്ദ്രം എന്നുള്ളത് തന്നെ ഇതിന്റെ തീവ്രത അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള നാശനഷ്ടങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെയും അത്തരത്തിലുള്ള സംഭവങ്ങൾ, അപകടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മറ്റ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ സാധാരണ നിലയിൽ സ്ഥിരമായി തന്നെ ഭൂചലന സാധ്യതയുള്ള പ്രദേശമാണ് പാകിസ്ഥാൻ. എന്നാൽ ഇത്തവണ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാന്റെ മധ്യ മേഖലയിൽ ആയാണ്. ഹിന്ദുക്കുഷ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണെങ്കിലും അതിശക്തമായ തീവ്രതയുള്ള ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടാകുക സമീപകാലത്ത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമീപകാലത്തുണ്ടായതിൽ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് ഇന്ന് പുലർച്ചെ 3:54 പാകിസ്ഥാനിലുണ്ടായത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.